മലപ്പുറം കോട്ടക്കലിൽ വൻ തീപിടുത്തം. വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നു. അഷ്കർ അലി കരിമയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഷ്കർ, കൂടുതൽ വിവരം എന്താണ്? രാവിലെ 5:45 കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുന്നത്. കോട്ടക്കൽ മലപ്പുറം തിരൂർ റൂട്ടിലാണ് ഒരു വ്യാപാര സ്ഥാപനത്തിന് വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അഥവാ വിലക്കുറവിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ വ്യാപാരമേള എന്ന രീതിയിലൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വ്യാപാര സ്ഥാപനമാണ്. സ്ഥിരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. ആ സ്ഥാപനത്തിൽ വലിയ അളവിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. തീപിടുത്തം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇതുവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, താനൂർ എന്നിവിടങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ഫയർ യൂണിറ്റുകൾ സ്ഥലത്തേക്കെത്തി തീ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിവരുന്നു എന്നെങ്കിലും പക്ഷേ ഇതുവരെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. മാത്രമല്ല, വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്ഥിരമായി രണ്ട് തൊഴിലാളികൾ ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് താമസിച്ച് വരാറുണ്ടായിരുന്നു. ഇവരെ കുറിച്ച് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ളൊരു സംശയം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പക്ഷേ വലിയ തോതിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ, ശക്തമായി പുക ഉയരുന്ന സാഹചര്യത്തിൽ ഇതുവരെ അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിന് തൊട്ട് സമീപങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് തീ പടരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് രാവിലെ 5:40 ഇത്തരത്തിൽ തീപിടുത്തം ആരംഭിക്കുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വ്യാപാര സ്ഥാപനത്തിൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം വലിയ തോതിൽ സൂക്ഷിച്ചു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അവിടെ ഉണ്ടായ തീപിടുത്തമായതുകൊണ്ട് തന്നെ തീ നിലവിൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ കൂടി സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതി, അഷ്കർ, ആശങ്കപ്പെടുത്തുന്ന കാര്യം രണ്ടുപേർ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പൂർണ്ണമായും കത്തി നശിച്ചു പോയി കെട്ടിടം. ശ്രുതി, പല ഭാഗങ്ങളിലും ഫ്ലെക്സ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. 2 ജീവനക്കാരാണ് മുകളിലുള്ളതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല. ഈ ശക്തമായ പുക ഉയരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്തിലൂടെ തീ അണച്ച് ആദ്യഘട്ടത്തിൽ ഇവരെ പൂർണ്ണമായി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിലൊരു പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. മലപ്പുറം, തിരൂർ, താനൂർ, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ഫയർ സ്റ്റേഷനിലെ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അഷ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം കോട്ടക്കലിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം 2 ജീവനക്കാർ ഇതിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുകൾ ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക്, അഷ്കറിലേക്ക് വീണ്ടും എത്താം. മറ്റു വാർത്തകളിലേക്ക് ഒന്ന് പോയി വന്ന ശേഷം.